മണ്ടു എത്ര നേരെ പേരേട്ടാ 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കണു. നിന്നോട് ഇത്ര നേരത്തെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞ എനിക്ക് ഓഫീസിൽ ജോലിയുള്ളതാണ്, അത് അടക്കാതെ എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ ഇന്നൊരു സർക്കാർ ജോലിക്കാരനാണ്, നീ അതൊന്ന് മനസ്സിലാക്ക്. ഗമ സർക്കാർ ജോലിയുടെ ഗമ. ഗമയാണെങ്കിൽ ഗമ കഷ്ടപ്പെട്ട് ഞാനല്ലേ വാങ്ങിയെടുത്തത്. ഒറ്റക്കൊന്നല്ല, എന്റെ പ്രാർത്ഥനയും കൂടെ. പ്രാർത്ഥന എന്താ വരാൻ പറഞ്ഞ നീ? എന്താണ് പേരേട്ട ഇങ്ങനെ പറയണത്? നമ്മള് നേരത്തെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണതല്ലേ? അതുപോലെയാണ് ഇപ്പൊ. ഞാൻ ഇന്ന് വിലയെന്ന് നിലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ 7-8 വർഷമായിട്ട് ആർക്കും അറിയാൻ പാടില്ലല്ലോ നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിയാത്ത ഒരു നാട്ടുകാരും ഇവിടെ ഇല്ല. അങ്ങനെ വലിയ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാ നീ വിളിച്ചത് അത് പറ. പിന്നെ അച്ഛൻ പറഞ്ഞ് ഇന്ന് 2-1 അറിഞ്ഞിട്ട് വന്നോന്ന്. എന്തിന്റെ കല്യാണം? കല്യാണോ? ആരാ? നമ്മുടെ കല്യാണം. കല്യാണത്തിന്റെ കാര്യം ഞാൻ നിന്നോട് സൂചിപ്പിക്കാനിരിക്കായിരുന്നു. അത് എന്റെ അച്ഛൻ ചോദിക്കണേ, നമ്മുടെ കല്യാണത്തിന് നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടൂന്ന്. എന്ത് കിട്ടാൻ? അല്ല, സ്ത്രീധനമായിട്ടേ. ഇപ്പൊ അച്ഛൻ പറയണത് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയല്ല, ജോലിയും വാങ്ങി തന്ന് ഒരു 50 പവനും 5 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാലേ മുതലാവുള്ളൂ എന്നാണ് അച്ഛൻ പറയണത്. പിന്നെ ഇപ്പൊ കിട്ടും. 10 ലക്ഷം രൂപയായിട്ട് ഒരു ഓഫർ വന്ന്. 19 വയസ്സുള്ള പെണ്ണാണ്, നിന്നെക്കാണെ കാണാനും കൊള്ളാം. ഞാൻ പിന്നെ ഒറ്റക്കാലിൽ നിൽക്കല്ലേ നിന്നെ മാത്രം കെട്ടുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനോട് എന്ത് പറയണ? ഒന്നും കിട്ടൂല എന്ന് പറയുന്നു. എന്താ നീ പറയണത്? ഞാനെന്താ പറയാ? നീ ഒരു പണി ചെയ്യ്, നിന്റെ അച്ഛനോട് പറ ഒരു 50 പവൻ ഒരു 5 ലക്ഷം രൂപ, പിന്നെ ഞാൻ ഒരു കാറും തരാന്നൊക്കെ പറഞ്ഞ് കയറ്റി അടിച്ചിട്ടുണ്ട്. ഇനി കാറ് പൈസ കൊടുത്ത് മേടിക്കണ്ട, നിന്റെ പേരിൽ ലോൺ എടുക്കുക, EMI നമുക്ക് അടക്കാം. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയില്ലേ? എന്താ അഭിപ്രായം നിന്റെ? ന്യായമായ ഒരു കാര്യമല്ലേ ചോദിക്കണുള്ളൂ. എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് കേട്ടാ. വെറുതെ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഇനി വല്ല ചീത്തപ്പേരുണ്ടാക്കി അച്ഛനോട് പറഞ്ഞാൽ നിന്നെ കെട്ടണ്ടെന്ന് പറയും. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റൂല. ഞാൻ പോട്ടെ, 1-2 കാര്യമുണ്ട് കേട്ടാ. ശരിയാന്ന്, എണീറ്റ് പോയിക്കോ. വേറെ ആരെങ്കിലും വന്ന് തൂങ്ങണ്ട. എന്ന് വളപ്പിൽ നിന്നെടുക്കുന്നു. ഞാൻ ഇതെല്ലാം കൂടെ കൂടിക്കിടക്കൽ തുടങ്ങിയിട്ട് കുറെ ദിവസമായി, ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ടേ. പണിക്കാരോടൊക്കെ പറഞ്ഞാ പോരെ? പണിക്കാര് വെറുതെ വന്ന് അങ്ങോട്ട് എരിഞ്ഞ് ഇങ്ങോട്ട് എരിഞ്ഞ് അവർക്ക് കൊടുക്കണ പൈസ നോക്കിയാണ്ടല്ലോ. ഇതൊക്കെ അമ്മക്ക് ചെയ്യാനുള്ള തന്നെ ഉള്ളൂ. വെള്ളിച്ച, പ്യാരിന്റെ കാര്യം എന്തായി? പ്യാരുടെ എന്ത് കാര്യം? പ്യാരിന്റെ കല്യാണ കാര്യം. കല്യാണ കാര്യം എന്താ? കല്യാണം ഏറ്റവും കൂടുതൽ സ്ത്രീധനം ആരാ തരുന്നെച്ചാ അവർക്ക് കല്യാണം. അതന്നെ, അത് നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പം ഗവൺമെന്റ് പണി കിട്ടിയതുകൊണ്ട്. ഗവൺമെന്റ് പണി കിട്ടിയല്ലോ ചെക്കനി. മണി പോലത്തെ പെണ്ണുങ്ങൾ ഇപ്പൊ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് കാറ് 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കാല് കുറച്ച് മുടണ്ട്, അല്ലെങ്കിൽ ഒരു പോങ്ങണ്ടുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പൊ. അതൊന്നും ഒരു കാര്യമില്ല. അല്ല, പെണ്ണുങ്ങൾ നന്നായി വരേണ്ട എന്താ കാര്യം? എന്ത് കാര്യം? അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? മുതല് വേണേ. അത് കാര്യം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവനൊരു പോങ്ങനാണ്, പൊട്ടനാണെന്നാ ഞാനും വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെയല്ല. ആ പെണ്ണിന്റെ പിന്നാലെ പ്രേമിച്ചിട്ടൊക്കെ നടക്കണ സമയത്തെ പക്ഷെ ആ ജോലി കിട്ടിയോട് കൂടിയിട്ട് ഇവനൊരു ലേശം ബോധം വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് സ്ത്രീധനം കിട്ടിയാൽ തന്നെ കല്യാണം കഴിക്കുന്ന. ശരിയല്ലേ ഇത്? സ്ത്രീധനം ഇല്ലാണ്ട് പെണ്ണിനെ കിട്ടിയിടത്ത കാര്യം? എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇതിപ്പോ എന്താ വഴിക്ക് ഇങ്ങനെ വന്നു? അല്ല, ഞാൻ പറയുന്നത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഡേറ്റ് പെട്ടെന്ന് തീരുമാനിക്കാം. ആയിട്ടില്ല, സംഗതികളൊന്നും ആയിട്ടില്ല. ആവട്ടെ, നോക്കാം. അല്ല, എന്നാ ഇപ്പോഴത്തെ കാലാണ്. ചിലപ്പോ ചെക്കനും പെണ്ണും ഒറ്റ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മ ഇതാ ഈ പറഞ്ഞാൽ ഒരു കാര്യമില്ലാണ്ടാവും. ഏതായാലും ഓരതില്ല, അതിനുള്ള ധൈര്യം അവനില്ല. അതൊരു സമാധാനം. ഉണ്ണിയറിനെപ്പോഴാ വന്നാ? ഞാൻ ഇപ്പൊ വന്നത്. അച്ഛാ, മണ്ടു വിളിച്ചിട്ടുണ്ടായി.
ആര്? അല്ല മണ്ടോദരി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആ ഞങ്ങളുടെ കല്യാണ കാര്യത്തിലേ ഓ നമ്മൾ പറഞ്ഞ എല്ലാ ഡിമാൻഡും അവരുടെ വീട്ടുകാർ അംഗീകരിച്ചെന്ന് പറയാൻ പറഞ്ഞു. എല്ലാ ഡിമാൻഡും അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാല്? എല്ലാ ഡിമാൻഡും എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, ആ 50 പവന്റെ സ്വർണം. ആ കാറും. കാറിന്റെ കാര്യത്തിലേ ഞാൻ സംസാരിച്ചപ്പോ എനിക്കൊരു അബദ്ധം പറ്റി. അത് കാറ് നിങ്ങൾ വാങ്ങിക്കോ, പിന്നെ ഇവിടെ വന്നിട്ട് അതിന്റെ തിരിച്ചടവ് ഞാൻ അടച്ചോളാന്ന് പറഞ്ഞു പോയി. കുഴപ്പമുണ്ടാ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അത് കുഴപ്പമല്ലേ. എന്തിനീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിക്കണത്? നീ സ്ത്രീധനം തരുന്ന കാറിന്റെ പൈസ ചെക്കന്റെ വീട്ടുകാർ അടച്ചു വീട്ടിക്കൊള്ളാന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായി? ഇല്ലല്ലോ. ആ പിന്നെ എന്തിനാണ് അല്ല പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ ഒന്നുമില്ല, നേരെ അവരോട് തിരിച്ചു പറയാം. നമ്മൾ പറഞ്ഞ ഡിമാൻഡ് 5 ലക്ഷം രൂപ, സ്ത്രീധന സ്വർണം എത്രയാണ്? 50 പവൻ, കാറ്. ഒരു ബാധ്യത ഏൽക്കരുത്. ഇതെല്ലാം തരാൻ അവര് തയ്യാറാണോ എന്ന് ചോദിക്കും. തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാണ് ചെല്ലും. ഇല്ലെങ്കിൽ എല്ലാ കല്യാണം അതന്നെ. അല്ല ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേറെ 100 കേസുകൾ കിടക്കില്ല നമ്മുടെ മുമ്പില്. 10-20 ലക്ഷം രൂപ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. എന്തിനാണ് ഞാൻ പറയില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാ, കടവില്ലാതെ കാറ് മേടിച്ചു തരണം. ഇനി ആ കാര്യത്തിൽ ഒഴിഞ്ഞു പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ അല്ലേ? ആ പിന്നല്ലേ പോട്ടെ. ആ ഞാൻ വിളിച്ചോട്ടെ. ആ ഇതൊക്കെ വേറെ നോക്കാം നമുക്കേ. വെള്ളിച്ചനല്ലേ പറയാം അവൻ പൊട്ടനല്ലാന്ന്. അവൻ വെറും പൊട്ടൻ. ഏറ്റു വന്നിരിക്കണ്. ഒന്നാമത് അവന് പറ്റിയ പെണ്ണൊന്നും അല്ലത്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ആകെ ഒരുമാതിരി ഉണ്ട മുഖമൊക്കെ ആയിട്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ 5 ലക്ഷം 5 ലക്ഷം കുട്ടികൾക്ക് അതാണ് താല്പര്യം, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അത്രേ ഉള്ളൂ ഇപ്പൊ ഇതില്. അത് വലിയച്ഛന്റെ നന്മ മനസ്സ്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് അവന്റെ പുണ്യം അല്ലേ? എന്തിനാണ് ഇരുന്ന് കരയണേ? ആരെ കാണിക്കാനാണ് നീ കരയണേ? എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. അവൻ പറഞ്ഞ തോന്നിയാസം കണ്ടില്ലേ? അവനിപ്പോ സ്ത്രീധനം വേണം പോലും. എടി എന്തോരം നല്ല ആലോചന നിനക്ക് ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ആ സൗദിയിൽ അനീഷ് അവനെ ഇന്ന് കെട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സൗദിയിൽ അവക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. വല്ലപ്പോഴും എനിക്കും അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ എങ്ങനെ അടങ്ങന്റെ മന്മത, നീ ഈ വർത്താനം പറഞ്ഞ ആളുകളെ കേൾപ്പിക്കല്ലേ? ഇനി ആരറിയാച്ചാ? നാട്ടുകാരെല്ലാരും അറിഞ്ഞു. അങ്ങനെ അല്ലായിരുന്ന പ്രേമം 8 വർഷത്തെ. വേറെ ആരെയും കിട്ടിയില്ല അവക്ക്. ഓ അവന് ജോലി കിട്ടി കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഇപ്പൊ ജോലി കിട്ടിയപ്പോ എങ്ങനെ ഇരിക്കുന്നു? അവന് സ്ത്രീധനം വേണം പോലും. എടി അവനെ നോക്കിയിരുന്ന് നീ മൂത്ത് നരച്ച്. ഇവിടെ നീ അടങ്ങടാ. എന്തോരം പ്രാവശ്യം അവളെ ഉപദേശിച്ചാണ് തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കും പോലെ ഓരോ കാര്യങ്ങള്. അപ്പൊ അവക്ക് അവൻ തന്നെ മതി. അവൻ മറ്റേ ഷാരൂഖ് ഖാനല്ലേ? എടാ എന്തേലൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാം നമുക്ക്. അയ്യോ ആലോചിച്ചിടത്തോളം മതി. അച്ഛനും മോളും കൂടെ ആലോചിച്ച് ഈ കണക്കിനാക്കിയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മാവൻ വരട്ടെ, സുഗതമ്മാവൻ വന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നീ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ എന്റെ മോളെ? തല്ലിയില്ലടെ, പിന്നെ എന്തിനു നീ കരയുന്ന? പോട്ടെ. കരഞ്ഞു കാണിച്ചല്ല ആവുമല്ലോ അല്ലേ? എന്റെ മനസ്സലിയൊന്നുമില്ല, ഈ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സല്ലേ പാലിയും. അത് തന്നെയാണ് നിന്നെ ഇത്രയും നാൾ ഭക്ഷണമാക്കിയത്. നീ കരഞ്ഞു കാണിച്ച് അച്ഛൻ നിന്റെ താളത്തിലൊത്ത് തുള്ളി. കരയല്ലേ മോളെ? അയ്യോ ഒരു കുപ്പി പാലും കൂടെ കൊടുക്കച്ച. കരയല്ലേ മോളെ? ഞാൻ കൊച്ചിനൊരു സമാധാനം കൊടുക്ക വന്നതാ. അവളുടെ സമാധാനം പോണച്ചാ. നമ്മുടെ സമാധാനം കളഞ്ഞില്ലേ അവള്? അവളുടെ സമാധാനം പോണം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.